സ്വപ്നതുല്യമായ തുക ശമ്പളം വാങ്ങുന്ന നിരവധി വിദേശ കോർപ്പറേറ്റ് ജീവനക്കാരുടെയും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ ആളുകളുടെയും വരുമാനം സംബന്ധിച്ച് കൗതുകമേകുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ മിക്കപ്പോഴും സ്ഥാനം പിടിക്കാറുണ്ട്. ഉയർച്ചകൾ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും പ്രചോദനമാകുന്ന വ്യക്തികളും ഈ ലിസ്റ്റിലുണ്ട്. അതിലൊരാളാണ് ഇന്ത്യൻ വംശജനായ സുന്ദർ പിച്ചെ. ഗൂഗിളിന്റെ സിഇഒ ആണ് ഇദ്ദേഹം. ചെന്നൈയിലെ തീർത്തും സാധാരണ ചുറ്റുപാടിൽ നിന്ന് കമ്പനിയായ ഗൂഗിളിന്റെ സിഇഒ പദവിയിലെത്തിയ സുന്ദർ പിച്ചെ ഒരു IIT പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. 2004 ഗൂഗിളിൽ വൈസ് പ്രസിഡന്റായി ചേർന്നുകൊണ്ടായിരുന്നു തുടക്കം. അവിടെ നിന്നിങ്ങോട്ട് ആരും അത്ഭുതപ്പെട്ടു പോകുന്ന വളർച്ചയായിരുന്നു സുന്ദർ പിച്ചയുടെ ജീവിതത്തിലേത്. കഴിഞ്ഞ 3 വർഷമായി ഇദ്ദേഹത്തിന്റെ ശമ്പളം $2 മില്യൺ ആണ്. മറ്റൊരു വ്യക്തിയാണ് ഇന്ത്യൻ വംശജനായ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദെല്ല. 664 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം. ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ വ്യക്തിയായ ശിവ് നാഡാരെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ആഗോള IT സേവന കമ്പനിയായ HCL ടെക്നോളജീസ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും സ്ഥാപകനുമാണ് ശിവ നാഡാർ. ഇന്ത്യൻ വ്യവസായ പ്രമുഖരിൽ തികച്ചും മനുഷ്യസ്നേഹിയുമാണ് ഇദ്ദേഹം. ശതകോടികൾ ശമ്പളം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇതാ മറ്റൊരു ഇന്ത്യക്കാരൻ കൂടി ഇടം പിടിച്ചു, അതും ഒരു ഇന്ത്യൻ വംശജൻ. പറഞ്ഞു വരുന്നത് ഹരിയാന സ്വദേശിയായ ജഗ്ദീപ് സിംഗിന്റെ കാര്യമാണ്. അമേരിക്കയിലെ ഒരു കമ്പനിയിൽ CEO ആയി ജോലി ചെയ്യുന്ന ജഗ്ദീപ് സിംഗിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാണെന്നോ? 48 കോടി രൂപയാണ്. ഒരു വർഷം കൊണ്ട് സമ്പാദിക്കുന്നതാകട്ടെ 17,800 കോടി രൂപയാണ്. ഇന്ത്യയിൽ ഹൈ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ പകുതി പോലും സമ്പാദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെ നിരവധി കമ്പനികളുടെ ഒരു വർഷത്തെ വരുമാനത്തെക്കാൾ കൂടുതലാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം. ജഗ്ദീപ് സിംഗ് വാങ്ങുന്ന ശമ്പള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി. ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഇത്രയും ശമ്പളം എങ്ങനെ വന്നു ചേരുന്നു തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ചകൾ വന്നു. കാലിഫോർണിയയിലെ സാൻജോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാണ്ടം സ്കേപ്പ് ടെക്നോളജി കമ്പനിയുടെ സിഇഒയാണ് 52 വയസ്സ് പ്രായമുള്ള ജഗ്ദീപ്. ആഗോള കമ്പനികളുടെ തലപ്പത്ത് ഇന്ത്യക്കാരുടെ എണ്ണം ഉയർന്നു വരുന്നത് തന്നെ അഭിമാനമാണ്. 2010 ജഗ്ദീപ് സിംഗിന്റെ നേതൃത്വത്തിലാണ് വൈദ്യുത വാഹനങ്ങൾക്ക് മികച്ച ബാറ്ററി ഒരുക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാപനത്തിന് തുടക്കമായത്. അവിടെ നിന്നങ്ങോട്ട് കമ്പനിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. പ്രതീക്ഷിച്ചതിലും വേഗം ഉയരങ്ങൾ കീഴടക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. 2024 ഫെബ്രുവരി 16 ക്വാണ്ടം സ്പേസ് CEO പദവിയിൽ നിന്ന് ജഗ്ദീപ് സിംഗ് സ്ഥാനമൊഴിഞ്ഞിരുന്നു. എന്നാലും സഹസ്ഥാപകനായും കമ്പനി ചെയർമാനായും ജഗ്ദീപ് കമ്പനിയിൽ ഇപ്പോഴും തുടരുന്നു. നിശ്ചയദാർഢ്യവും പ്രയത്നവും ഉണ്ടെങ്കിൽ വലിയ സ്വപ്നങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നത് ഇവരുടെയെല്ലാം ജീവിത വഴികളിലൂടെ വ്യക്തമാണ്.